സ്റ്റാർട്ട് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ രണ്ടാമത്തെ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ കഥ തന്നെയാണ് നമ്മളിവിടെ പോകുന്നത്. പക്ഷേ ഇന്നലെ നമ്മൾ പറഞ്ഞത് എടുത്തുനിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ കഥ ഇങ്ങനെയായിരുന്നു ഇന്നലെ നമ്മൾ ചെയ്ത് വെച്ചത്. എന്താണ്? ഒരു കല്യാണ വീട്, നമ്മുടെ ഫ്രണ്ടിൻ്റെ കല്യാണ വീട്ടിലാണ്. അവിടെ വെച്ച് നമ്മുടെ ഫ്രണ്ടിൻ്റെ കുറച്ച് സുഹൃത്തുക്കളെ നമ്മൾ കാണുകയാണ്. അപ്പം അവരുമായിട്ട് നമ്മുടെ ഉള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. അതിൽ ആദ്യത്തെ സുഹൃത്തിനെ നമ്മൾ പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര് പ്രസന്റ് ടെൻസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ പേര് പ്രസന്റ് ടെൻസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര്. ഓക്കെ, നോർമലി അങ്ങനെയാണ് നമ്മൾ അവിടെ ഒരു പേര് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് 4 മക്കൾ. ഓക്കെ, അതിലെ ഏറ്റവും ആദ്യത്തെ മകൻ, അവൻ്റെ പേര് സിമ്പിൾ എന്നാണ്. ഫുൾ നെയിം എന്ന് പറയുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്നാണ്. അവൻ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. എന്തൊക്കെയാണ് അവൻ്റെ കാര്യം? നമ്മുടെ ഹാബിച്വൽ ആക്ഷൻസ്, നമ്മൾ ചെയ്യുന്ന ഹാബിച്വൽ ആക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ അതിനകത്ത് പറഞ്ഞത്. എന്തൊക്കെയാണ്? ഓടുക, ചാടുക, ഇരിക്കുക, വായിക്കുക, ഇതേപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമാണ് ഹാബിച്വൽ ആക്ഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്സ്, അതായത് നമ്മുടെ സൂര്യൻ, സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്, ഒരു എക്സാമ്പിൾ. ഇതെല്ലാം നമുക്ക് ഈ സിമ്പിൾ മോൻ്റെ ജോലിയാണ്. ഈ അച്ഛൻ ചെയ്യുന്ന പണികളെ ഈ 4 പേര് അച്ഛനെ സഹായിക്കുന്നുണ്ട്. പല പല ഏരിയയിലാണെന്നേ ഉള്ളൂ. അപ്പം ഈ സിമ്പിൾ എന്ന് പറയുന്ന മകൻ്റെ ജോലിയാണ് ഏതാ? ഈ പറയുന്ന ഹാബിച്വൽ ആക്ഷൻസ് ആൻഡ് യൂണിവേഴ്സൽ ട്രൂത്ത്സ്, അത് സപ്പോർട്ട് ചെയ്യുക. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛനെ സഹായിക്കാം. അപ്പോൾ അതിനകത്ത് കുറച്ച് റൂൾസ് ഉണ്ട്, വളരെ സിമ്പിളാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു 6 കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ്? നമ്മുടെ സിംഗുലർ പ്ലൂറൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമ്മൾ പറയും. എന്താണ്? ഏകവചനം, ബഹുവചനം. ഓക്കെ, ഈ സിംഗുലർ എന്ന് പറയുന്നതിനകത്ത് നമ്മൾ പറഞ്ഞു 4 തരത്തിലുള്ള കാര്യങ്ങൾ. ഏതൊക്കെയാണ് 4 തരത്തിലുള്ള ഇത് പറഞ്ഞു? അതിനകത്ത് ഐ, യു, ഹി ആൻഡ് ഷീ. ഐ, യു, ഹി ആൻഡ് ഷീ. ഐ, യു, ഹി ആൻഡ് ഷീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ ആൻഡ് തേർഡ് പേഴ്സൺ, 3 തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഐ എന്ന് പറഞ്ഞാൽ ആരാണോ ആദ്യം പറയുന്നത്, അതാണ് ഫസ്റ്റ് പേഴ്സൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാനാണ് ആ ഫസ്റ്റ് പേഴ്സൺ, ഐ. ഓക്കെ, ഐ ആം ടോക്കിംഗ് ടു ഹൂം, ആരടുത്താണ് പറയുന്നത്? ടു യു. അപ്പൊ യു എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് പേഴ്സൺ ആണ്. പിന്നെ ആരാണ് തേർഡ് പേഴ്സൺ? ആരെ കുറിച്ചാണ് പറയുന്നത്? അവനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ അവളെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ റിൻഷീദിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ ബിന്ദു മേമിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തേർഡ് പേഴ്സൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിംഗുലറിനകത്ത്. പിന്നെ എന്താണ് പ്ലൂറൽ എന്ന് പറയുന്നത്? അവർ, ദേ, വി, നമ്മൾ, ഇത് രണ്ടും പ്ലൂറലാണ്. അപ്പൊ ഇങ്ങനെ 6 കാര്യങ്ങൾ ഒന്നുകൂടെ പറയാം. ഐ, യു, ഹി, ഷീ, പിന്നെ ഏതൊക്കെയാണ്? വി ആൻഡ് ദേ. ഇങ്ങനെ 6 കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ഈ 6 കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ഈ മകൻ എന്തൊക്കെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അത് മനസ്സിലാവും എന്തൊക്കെയാണ്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, സിംഗുലറിനകത്തുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ആരാണോ ആദ്യം പറയുന്നത് അവനാണ് ഫസ്റ്റ് പേഴ്സൺ. ആരെ കുറിച്ചാണോ പറയുന്നത്? സെക്കൻഡ് പേഴ്സൺ. സോറി, ആരടുത്താണോ പറയുന്നത്? സെക്കൻഡ് പേഴ്സൺ. ആരെ കുറിച്ചാണോ പറയുന്നത്? തേർഡ് പേഴ്സൺ. ഇതാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, ഇനി നമ്മുടെ റൂൾ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഐ എന്ന് പറയുന്ന സംഭവം, അല്ലെങ്കിൽ ഐ ആൻഡ് യു എന്ന് പറയുന്ന സംഭവം നമ്മൾ പറയുമ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ എന്ത് ചെയ്യും? വേർബിന്റെ കൂടെ ഒരിക്കലും നമ്മൾ എസ് ചേർക്കത്തില്ല. ഉദാഹരണം പറഞ്ഞാൽ ഐ ടോക്ക്, യു ടോക്ക്. ഐ ടോക്സ് എന്നോ അല്ലെങ്കിൽ യു ടോക്സ് എന്നോ ഒന്നും പറയില്ല. പക്ഷെ തേർഡ് പേഴ്സൺ, ഹി, ഷീ, റിൻഷീത്, ബിന്ദു, അങ്ങനെ ഓരോരുത്തരുടെ പേര് പറയുമ്പോൾ നമുക്ക് അതിനകത്ത് നമ്മൾ എന്ത് പറയും? ടോക്ക് എന്നല്ല പറയും, ടോക്സ് എന്ന് പറയും. അല്ലെങ്കിൽ റിൻഷീസ് ടോക്സ് അബൌട്ട്, എന്തിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ വളരെ നമ്മൾ ചെയ്യുന്ന ഡേ ടു ഡേ പ്രസന്റ്, അല്ലെങ്കിൽ വർത്തമാന രീതിയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഇതായിട്ട് പറയുന്നത്. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രസന്റ് ടെൻസിൽ നമ്മൾ പറയുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു വളരെ ഇതായിട്ടുള്ള ജോലിയാണ് ആര് ചെയ്യുന്നത്? സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറയുന്ന മകൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് വിഷ്വലൈസ് ചെയ്തത്. മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞു 6 കാര്യങ്ങളെന്ന് ഞാൻ പറഞ്ഞു. ഏതൊക്കെയാണ്? ഐ, യു, ഹി, ഷീ, അതാണ് സിംഗുലറിൽ വരുന്ന. പ്ലൂറലിനകത്ത് വി ആൻഡ് ദേ. അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്ത് ഇതും നമുക്ക് ഇതേപോലെ ഈ 6 ഇതിന്റെ ഫോമിൽ മാറ്റിയെടുക്കാം. ഉദാഹരണം പറഞ്ഞാൽ ഹി ടോക്സ് ഇൻ ഇംഗ്ലീഷ്. ഹി ടോക്സ് ഇൻ ഇംഗ്ലീഷ് ഇതെന്താണ്? സിംഗുലറിനകത്തുള്ള തേർഡ് ഫോം അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ ആണ്. അപ്പം നമുക്ക് ഇതിനെ മറ്റുള്ള എല്ലാ ഇതിലോട്ടും കൺവേർട്ട് ചെയ്യാം. എങ്ങനെ പറയാം? ഹി ടോക്സ് ഇൻ ഇംഗ്ലീഷ് എങ്ങനെ പറയും? ഐ ടോക്ക് ഇൻ ഇംഗ്ലീഷ്, യു ടോക്ക് ഇൻ ഇംഗ്ലീഷ്, ഷീ ടോക്സ് ഇൻ ഇംഗ്ലീഷ്. ഹീ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഷീയും പറയണം, അല്ലെങ്കിൽ അവൻ പറയുമെങ്കിൽ അവളും പറയും, അല്ലേ? അപ്പൊ അതും പറയാം. പിന്നെന്തൊക്കെ പറയാം? ദേ ടോക്ക് ഇൻ ഇംഗ്ലീഷ്, വി ടോക്ക് ഇൻ ഇംഗ്ലീഷ്. അവർ ഇംഗ്ലീഷ് സംസാരിക്കും, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കും. ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഡെയിലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഐ മീൻ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. ആരുടെ മൈക്ക് ഇതായിട്ട് കിടപ്പുണ്ട്? ഞാൻ എഴുതിയിട്ടുണ്ട്.
ഷസ, പിന്നാര, ഓക്കെ, ജിസ്. നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് വന്നാലേ നമുക്കിത് പറ്റത്തുള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇത് രീതിയിൽ നിങ്ങളടുത്ത് എല്ലാവർക്കും നമ്മൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ എല്ലാവരും അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ അത് പ്രാക്ടീസ് ചെയ്തു. ഒത്തിരി പേര് അതിൻ്റെ മെസ്സേജും അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. നമ്മളത് കണ്ടിന്യൂസ്ലി ചെയ്യണം എല്ലാ ദിവസവും. നിങ്ങൾ ഡേ ടു ഡേ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പറയണം. ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ടെലിവിഷൻ വാച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ഒരു മൂവി വാച്ച് ചെയ്യുന്നു, ഐ വാച്ച് എ മൂവി, അല്ലെങ്കിൽ ഐ വാച്ച് എ ഹിന്ദി മൂവി, അല്ലെങ്കിൽ ഒരു മലയാളം മൂവി. മറ്റുള്ള ഫോംസിൽ എങ്ങനെ പറയും? ഹി വാച്ചസ് എ ഹിന്ദി മൂവി, അല്ലെങ്കിൽ വാച്ചിൻ്റെ പ്ലൂറൽ ഫോം എസ് ചേർത്ത്, അല്ലെങ്കിൽ എസ് ഓർ ഇ എസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് നമ്മൾ പറയും. ഓക്കെ, ഷീ വാച്ചസ് എ ഹിന്ദി മൂവി, ആ രീതിയിൽ നമ്മൾ പറയും. മറ്റുള്ള ഫോമിൽ ദേ വാച്ച് എ മൂവി, അവർ ഒരു മൂവി വാച്ച് ചെയ്തു. അവിടെ ഒന്നും നമ്മൾ എസ് ചേർക്കുന്നില്ല. എസ് ചേർക്കുന്ന എപ്പോഴൊക്കെയാണ്? ഈ പറഞ്ഞ സന്ദർഭങ്ങൾ നമ്മൾ എസ് ചേർക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങളുടെ ഇതെല്ലാം നിങ്ങൾ എഴുതണം. ആദ്യം എഴുതണം. ഒരിക്കലും സാർ ഞാൻ പറഞ്ഞ് ശീലിക്കുന്നതല്ല, എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യണം. ഒരു ബുക്കിനകത്ത് അങ്ങ് പടപടാന്ന് എഴുതണം. ഇനി അടുത്ത് എന്ത് പറഞ്ഞു? ഇത് നെഗറ്റീവ് ഫോംസ് എങ്ങനെ പറയും? അപ്പോൾ ഈ നെഗറ്റീവ് ഫോംസ് പറയുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്, ഒരു ഓക്സിലറി വേർബ് ഉണ്ട്. എന്താണ് വേർബ് എന്ന് വെച്ചാൽ? എന്താണ്? ക്രിയ. നമ്മൾ എപ്പോഴും ഇംഗ്ലീഷ് പറയുമ്പോൾ ഇംഗ്ലീഷിൽ വിചാരിക്കണമെന്ന് പറയും അല്ലേ? അപ്പോൾ എൻ്റെ കാര്യം എന്താണ്? ഇംഗ്ലീഷ് നമ്മൾ എങ്ങനെ വിചാരിക്കുന്നത്? ഇംഗ്ലീഷ് എപ്പോഴും പറയുമ്പോൾ സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, ഈ ഫോമിലാണ് നമ്മൾ പറയുന്നത്. ആദ്യം നാമം അല്ലെങ്കിൽ സബ്ജക്റ്റ്, ആര് എന്താണ് പറയുന്നത് അയാളെ പറയും, അയാൾ എന്ത് ചെയ്യുന്നു ആ പ്രവൃത്തിയെക്കുറിച്ച് പറയും, പിന്നെ ഒബ്ജക്റ്റ്. ഞാനൊരു 100 വെർബ് ഞാനൊരു ലിസ്റ്റ് ഞാൻ ആൾറെഡി നമ്മുടെ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അഡ്മിൻസിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർ ഞാൻ ആൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് ഒരുപാട് ബാക്കിലായി പോകും. ഞാൻ എപ്പോഴും ഒരു ടെലിഗ്രാം ഗ്രൂപ്പും കൂടെ ഞാൻ റെഫർ ചെയ്യും, ഇതിനകത്ത് പ്രിഫർ ചെയ്യും. കാര്യം എന്താ അറിയോ? നമ്മുടെ ഡേറ്റ വാട്സപ്പിനകത്ത് എപ്പോഴും കിടക്കത്തില്ല. പിന്നെ നമ്മുടെ ഗ്രൂപ്പിനകത്ത് പലരും ടെക്നിക്കലി അത്ര സ്ട്രോങ് അല്ലാത്തതുകൊണ്ട് പലരും, എനിക്ക് തോന്നുന്നു, ടെലിഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻ എല്ലായിടത്തും എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ അഡ്മിൻസിൻ്റെ അടുത്ത് പറഞ്ഞു, അവർ ആൾറെഡി ഒരു ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഫയൽസ് ഒരു ഫയലാക്കി ഇട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഇത് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ആ ഫയൽ എടുത്ത് അങ്ങ് കൊടുക്കാം. ഞാൻ ആൾറെഡി ഒരു 100 വെർബിൻ്റെ ഒരു ലിസ്റ്റ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഇത് എടുക്കുക. നിങ്ങൾക്കിപ്പം വെർബ്, സാർ എന്തൊക്കെയാണ് സാർ വെർബ് നിങ്ങൾ ചെയ്യുന്നത്? ക്രൈ, ടോക്ക്, ജമ്പ്, ലിസൺ, വാച്ച്, ഈറ്റ്, ഓക്കെ, സിങ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെർബാണ്, നമ്മൾ ചെയ്യുന്ന ക്രിയകൾ. അപ്പോൾ ഈ ക്രിയകൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ അങ്ങ് പറയാം. മനസ്സിലായോ? നിങ്ങൾക്കെല്ലാം അഡ്മിൻസിനെ കോൺടാക്ട് ചെയ്യാം. അഡ്മിൻസിൻ്റെ എല്ലാ സംഭവം ഉണ്ട്. അതില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കൽ കൂടി ഷെയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് അറിയാമെന്നുള്ളത് തന്നെ എടുത്താൽ മതി. ഒരുപാട് വലിയ ഞാൻ കണ്ടു പലരും ഒരുപാട് വലിയ ടെക്നിക്കൽ വാക്കുകൾ, ഐ മീൻ ഹൈലി ഇതായിട്ടുള്ള വൊക്കാബുലറിയൊക്കെ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് വേണ്ട. ഇനി നമുക്ക് അത്രയും വലിയ സംഭവമൊന്നും വെർഷൻ 2 വേണ്ട. നമുക്ക് പതുക്കെ 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 അങ്ങ് പോയാൽ മതി. ചെറിയ കാരണം നമ്മൾ പെട്ടെന്ന് പോയിട്ട് വലിയ ഇതൊക്കെ അങ്ങ് നമ്മൾ ശശി തരൂറൊക്കെ പറയുന്ന പോലുള്ള ഇംഗ്ലീഷൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് വായിലൊന്നും വരത്തില്ല. നമ്മുടെ ആവശ്യം നമ്മൾ പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. ഇപ്പം നിങ്ങൾ എല്ലാവരും ഫോക്കസ് ചെയ്യേണ്ടത്. മനസ്സിലായോ? നിങ്ങൾ പറയുന്ന കാര്യം കേൾക്കുന്നവന് മനസ്സിലാവണം. അവൻ ഒരിക്കലും അതൊരു ബോറിംഗ് ആയിട്ട് വരികയും ചെയ്യരുത്. അവന് അയ്യോ എന്താ പറയുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് തോന്നരുത്. നിങ്ങൾക്കും തോന്നണം, എന്ത് മനോഹരമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും ആദ്യത്തെ ഇതിൽ നമുക്ക് വേണ്ടു. അത് മാത്രമേ ഞാനിവിടെ നിങ്ങൾക്ക് അഷ്വർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അത് മാത്രം മതി ഫസ്റ്റ് പ്രിഫറൻസ്. അടുത്ത ലെവലിൽ നമ്മൾ കുറേ കൂടെ ഹയർ വൊക്കാബുലറിയൊക്കെ എടുത്തു പോകും. കാരണം അദ്ദേഹമൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ബുക്സൊക്കെ വായിക്കുന്നതാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ചുമ്മാ ഇരുന്നിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മുടെ ഡേ ടു ഡേ ലൈഫിന് വേണ്ടിയും കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ സ്റ്റോറിയിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൻ്റെ അത് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫോം. അപ്പോൾ ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആദ്യം നെഗറ്റീവ് എന്താണെന്ന് അറിയണം. നെഗറ്റീവ് അറിയാൻ വേണ്ടി ഇതിനകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ. ഏതാണ്? ഡൂവിൻ്റെ ഫോംസ്. ഓക്കെ, അപ്പം ഐ ഐ ലേൺ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്ത് ചെയ്യും? ഐ ഡു ലേൺ ഇംഗ്ലീഷ് എന്നാണ്. ഓക്കെ, ഐ ഡു ലേൺ ഇംഗ്ലീഷ് എന്നാണ്. അതിനകത്ത് ഡു എന്ന് പറയുന്ന സംഭവം ഒളിച്ചിരിപ്പുണ്ട്. അല്ലെങ്കിൽ ഹി ലേൺസ്, അല്ലെങ്കിൽ ഷീ ലേൺസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഡസ്, ഡു അല്ലെങ്കിൽ ഡസ് എന്ന് പറയുന്ന ഈ സംഭവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഓക്സിലറി വേർബ് അതിനകത്ത് ഒളിച്ചു കിടപ്പുണ്ട്. നമ്മളത് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിന് നെഗറ്റീവ് പറയുമ്പം ഹി ഡു നോട്ട് ലേൺ എന്നാണ്. അവൻ പഠിക്കുന്നില്ല, അവൻ പഠിക്കാൻ ശ്രമിക്കുന്നില്ല. ഹി ഡു നോട്ട് ലിസൺ.
സോറി ഹി അല്ല, ഐ ഡു നോട്ട് ലിസൺ. ഹി ഡസ് നോട്ട് ലിസൺ. ഹി എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് അതിൻ്റെ അറ്റത്ത് നമ്മൾ എസ് കിടക്കുന്നത്. അപ്പം ഡസ് ആണ് വരുന്നത്. എസ് ഐനകത്ത് എസ് ഇല്ല, അപ്പം നമ്മൾ ഡു. അപ്പം എന്താ പറയാ, ഐ ഡു നോട്ട് ലേൺ. ഹി ഡസ് നോട്ട് ലേൺ. അപ്പം ഡു നമ്മൾ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, അതിനകത്ത് അത് അണ്ടർസ്റ്റുഡ് ആണ്. ഐ ഡു ലേൺ ഇൻ ഇംഗ്ലീഷ്. ഹി ഡസ് ലേൺ ഇൻ ഇംഗ്ലീഷ്. അവൻ അതിനകത്ത് ഉണ്ട്. നമ്മളത് ഹിഡൻ ആക്കി വെച്ചാൽ അത് പറയുമ്പോൾ നമുക്കൊരു കേൾക്കാൻ ഒരു സുഖം തോന്നില്ല. അത് നമ്മൾ പറയും ഹി ലേൺസ് ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഹി സ്പീക്സ് ഇൻ ഇംഗ്ലീഷ്. അവൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഹി ഡസ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് എന്നാണ്. അവിടെ ഡസ് നമ്മൾ പറയുന്നില്ല എന്നുള്ളതും അത് ഹിഡൻ ആണ്, മനസ്സിലാക്കണം. ഓക്കെ, നമ്മൾ ഇതൊക്കെ ഒരുപാട് കൺഫ്യൂഷൻ ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്നും വായിൽ വരത്തില്ല. അപ്പം നമ്മളത് ഇവിടെ ഹൈഡ് ചെയ്തു. വേണ്ട, ഹി സ്പീക്സ് ഇൻ ഇംഗ്ലീഷ് എന്ന് സിമ്പിളായിട്ട് പറയാം. അതാണ് സിമ്പിൾ. പേര് പോലെ തന്നെ ആൾ സിമ്പിളാണ്. ഓക്കെ, പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? അപ്പം നെഗറ്റീവ് എങ്ങനെ പറയും? ഹി ഡസ് നോട്ട് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. അപ്പം ആ എസിന് ഇപ്പം ഹി ആണെങ്കിൽ അവസാനം ഈ സ്പീക്സിൻ്റെ അവസാനം കിടക്കുന്ന എസിന് അവിടെ നിന്ന് പറിച്ചെടുത്ത് ഡൂവിൻ്റെ അറ്റത്ത് കൊണ്ട് അങ്ങ് ചേർക്കുക. എങ്ങനെ ചേർക്കും? ഡോസ് എന്നല്ല, ഡസ് എന്ന് ES ആയിട്ട് അങ്ങ് ചേർക്കും. ഡസ് എന്നാക്കും. ഐയും യു ഒക്കെ, ഐയും യുവും വിയും ദേ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡു വെച്ച് തന്നെ അങ്ങ് പറഞ്ഞു പോകും. കാരണം ഐ യു വി ദേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഇതിൻ്റെ പ്ലൂറലായിട്ടുള്ള സംഭവം അവിടെ നമ്മൾ ഉപയോഗിക്കത്തില്ല. നമ്മൾ അങ്ങനെ അങ്ങ് പറഞ്ഞു. പക്ഷെ മറ്റുള്ള തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ എന്ന് പറയുന്ന സംഭവങ്ങളിൽ പേരുകൾ, ഇപ്പോൾ ഒരു പേര് പറയാണ് റിൻഷീദ് ലേൺസ് എന്നാ പറയുന്നത്. റിൻഷീദ് ലേൺ എന്ന് പറയില്ല. മനസ്സിലായോ? റിൻഷീദ് എന്ന് പറഞ്ഞാൽ തേർഡ് പേഴ്സൺ ആണ്. അപ്പം റിൻഷീദ് ലേൺസ് അല്ലെങ്കിൽ റിൻഷീദ് സ്പീക്സ് ഇൻ ഇംഗ്ലീഷ്, അല്ലെങ്കിൽ റിൻഷീദ് ലേൺസ് ഇംഗ്ലീഷ്. അവൻ പഠിക്കാൻ ശ്രമിക്കുന്നു. അല്ലെങ്കിൽ റിൻഷീദ് ലിസൺസ് ടു മ്യൂസിക്. അവൻ പാട്ട് കേൾക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഈ പറയുന്ന വേർബ് ഈ പറയുന്ന 6 സ്ഥലങ്ങളിൽ എങ്ങനെ പ്രയോഗിക്കും എന്ന് അറിഞ്ഞിരിക്കുക. അതിൻ്റെ നെഗറ്റീവ് ഫോം നമ്മളിപ്പോൾ മനസ്സിലാക്കി. എന്താ പറയും? ഒരു നോട്ട് അങ്ങ് ചേർത്താൽ മതി. വളരെ സിമ്പിളാണ്, റൂളൊന്നുമില്ല. ഈ ഒളിച്ചെടുക്കുന്ന സാധനത്തിനെടുത്ത് പുറത്ത് വയ്ക്കുന്നു, അവസാനം ഒരു നോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നു. എന്ത് പറയും? ഹി ഡസ് നോട്ട്. ഹി ഡസ് ആണെങ്കിൽ അതിനകത്ത് ഇറങ്ങുന്ന എസ് ആണ് ഇവിടെ കൊണ്ടുവന്നത്, പിന്നെ അവിടെ എസ് ഇല്ല. സോ എന്ത് പറയും? ഹി ഡസ് നോട്ട് സ്പീക്ക്. അവൻ സംസാരിച്ചിട്ടില്ല അറ്റ് ദാറ്റ് ടൈം. ഹി ഡസ് നോട്ട് സ്പീക്ക് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് അവൻ സംസാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഷീ ഡസ് നോട്ട് സ്പീക്ക് അറ്റ് ദാറ്റ് ടൈം. ആ സമയത്ത് അവൾ സംസാരിച്ചിട്ടില്ല. മനസ്സിലായോ? അപ്പം ഈ കാര്യങ്ങൾ നമ്മൾ ഇന്നലെ പറഞ്ഞ സംഭവമാണ്. പിന്നെ അടുത്ത് പറഞ്ഞു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെ പറയും? സാർ ഇത് ഞാൻ എങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും? ഒന്നുമില്ല. എന്ത് ചെയ്യണം? ഈ ഡൂവിനെടുത്ത് അങ്ങ് അറ്റത്തോണ്ടിടുക. അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്കും കൊടുക്കുക. ഡസ് ഹി സ്പീക്സ് ഇൻ ഇംഗ്ലീഷ്? അവൻ ഇംഗ്ലീഷിൽ സംസാരിച്ചായിരുന്നു. ഡു ഐ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? ഡസ് ഐ വരുമ്പോൾ എന്ത് പറയും? ഡു അല്ലേ ഉള്ളൂ. ഡു എടുത്ത് അങ്ങ് അറ്റം കൊണ്ടിടുക. അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ആയി. അതിൻ്റെ ഉത്തരം എപ്പോഴും എന്തായിരിക്കും? ഏതർ എസ് അല്ലെങ്കിൽ നോ. യെസ് ഐ ഡു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. നോ ഐ ഡോണ്ട് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇതായിരിക്കും പറയും. അപ്പോൾ ക്വസ്റ്റ്യൻ പറയാൻ നമുക്ക് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് മനസ്സിലായി, വളരെ ഈസിയാണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നെ നെഗറ്റീവ് ഫോമിൽ ചോദിക്കാം. അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലേ എന്ന് ചോദിക്കാം. എങ്ങനെ ചോദിക്കും? ഡസിൻറ്റ് ഹി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? ഡസിൻറ്റ്. ആദ്യം നമ്മൾ ഡസ് ചോദിച്ചു. അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നുവോ? അവൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ലേ എന്നും ചോദിക്കാം. അതായത് നമ്മൾ ഒരാളത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള രീതിയിൽ ചോദിക്കാം, നെഗറ്റീവ് എന്നുള്ള രീതിയിൽ. അവൻ ഒരു സംശയം പോലെ, എന്താ അവൻ സംസാരിക്കുന്നില്ലേ, അവിടെ അവൻ സംസാരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ ചോദിക്കില്ലേ. അതുപോലെ ഡസിൻറ്റ് ഹി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? അവൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നില്ലേ, അവൻ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ടോ? അതാണ് ഡസ് ഹി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഇത് രണ്ട് വ്യത്യാസം നിങ്ങൾ അറിഞ്ഞിരിക്കുന്നു. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്നതാണ് ഈ വാക്കുകളൊക്കെ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോഴും ഇത് എഴുതണം. ഓക്കെ, പിന്നെന്താ നമ്മൾ മനസ്സിലാക്കി? ഇപ്പോൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് നെഗറ്റീവിൽ എങ്ങനെ പറയാമെന്ന് മനസ്സിലായി. ഇനി അടുത്ത് എന്ത് പറയാം? WH ഫോംസ്. WH ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? വൈ, വെൻ, ഹൗ എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്. ഒന്നുമില്ല, നേരത്തെ നമ്മൾ ഡു വെച്ച് പറഞ്ഞില്ല, അതിൻ്റെ അറ്റത്ത് കൊണ്ട് ഈ W ഫോംസ് അങ്ങ് ഇടുക. വൈ ഡസ് ഹി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? എന്തുകൊണ്ടാണ് അവൻ സ്പീക്ക് ചെയ്യുന്നത്? വെൻ ഡസ് ഹി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? എന്നാണ് അവൻ സ്പീക്ക് ചെയ്യുന്നത്? വേർ ഡസ് ഹി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? എവിടെ വെച്ചാണ് അവൻ സ്പീക്ക് ചെയ്യുന്നത്? ഹൗ ഡസ് ഹി സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്? എങ്ങനെയാണ് അവൻ സ്പീക്ക് ചെയ്യുന്നത്? വളരെ ഈസിയാണ്. ഇത് കൊണ്ടുവന്ന് അങ്ങ് അറ്റത്ത് പ്ലേസ് ചെയ്താൽ മാത്രമേ. അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ മറന്നു പോകരുത്, കാരണം ഇതൊക്കെ ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് സിമ്പിൾ സെന്റൻസ് എന്ന് പറയുന്ന മകൻ്റെ ഇതായിട്ട് ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് ഇത് വെച്ച് ഇഷ്ടം പോലെ വാചകങ്ങൾ ഉണ്ടാക്കാം, ക്വസ്റ്റ്യൻസും ചോദിക്കാം.
അപ്പോൾ അത് അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഒന്നാമത്തെ മോൻ്റെ ആയിരുന്നു ഇന്നലെ പറഞ്ഞത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ മോൻ്റെ പേരെന്ന് പറയുന്നത് കണ്ടിന്യൂസ്, അല്ലെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നാണ്. മോൻ്റെ പേരെന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. നമ്മളൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വാചകമാണ് കണ്ടിന്യൂസ്. അപ്പോൾ എന്താ സാറേ ഇതിൻ്റെ പ്രത്യേകത? ഈ മോൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് പറയുമ്പോഴും അവൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പം ഒരു കാര്യം നിങ്ങളടുത്ത് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മകൻ തൊട്ടടുത്തിരുന്ന് ഒരു പുസ്തകം വായിക്കുകയാണ്. ഹീ ഈസ് റീഡിങ് എ ബുക്ക്, അല്ലെങ്കിൽ മൈ സൺ ഈസ് റീഡിങ് എ ബുക്ക്. വൈൽ ഐ ആം ലിസണിങ് ടു ദിസ്, മൈ സൺ ഈസ് റീഡിങ് എ ബുക്ക്. ഞാനിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മകൻ തൊട്ടടുത്തിരുന്ന് ഒരു പുസ്തകം വായിക്കുകയാണ്. മൈ സൺ ഈസ് ലിസണിങ് ഓർ റീഡിങ് എ ബുക്ക്. ഓക്കെ, അല്ലെങ്കിൽ ഹീ ഈസ് റീഡിങ് എ ബുക്ക്. മൈ സൺ എന്ന് പറയുമ്പോൾ ഒരു തേർഡ് പേഴ്സൺ ആണ്. അപ്പോൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കാൻ വളരെ സിമ്പിളാണ്. ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വെർബിൻ്റെ അവസാനം ഒരു ING ഫോം വരും. ഒന്നാമത്തെ റൂൾ. രണ്ടാമത് ഇതിനകത്ത് ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും ഒഴികെ ഉള്ള ഇതിനകത്തെല്ലാം നമ്മൾ എന്ത് കൊടുക്കും? ഈസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഹി ഈസ്, ഷീ ഈസ്, റിൻഷീദ് ഈസ്, ഹസ്ന ഈസ്, ബിന്ദു ഈസ്, പ്രതാപ് ഈസ്, റാം ഈസ്. മനസ്സിലായോ? ഇനി ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ എന്താണ് സാർ ഉപയോഗിക്കുന്നത്? ഫസ്റ്റ് പേഴ്സൺ ഐ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു പ്രത്യേക കൺസിഡറേഷൻ കൊടുത്ത് അതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതിന് ആം, ഐ ആം റീഡിങ്. മനസ്സിലായോ? അപ്പൊ യു എന്ന് എന്ത് പറയും സാർ? യുവിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നതിന് ആർ, യു ആർ റീഡിങ്. മനസ്സിലായോ? അപ്പം എന്താണ് നമ്മൾ ഇനി വേറെ 2 കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? പ്ലൂറൽ ഫോംസ് വേറെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? വിയും ദേയും. അവിടെ നമ്മൾ ആറാണ് ഉപയോഗിക്കുന്നത്. ദേ ആർ റീഡിങ്, വി ആർ റീഡിങ്. അപ്പോൾ ഇതിനെങ്ങനെ സാർ നെഗറ്റീവിൽ പറയും? വളരെ എളുപ്പമാണ്. അവൻ വായിക്കുന്നില്ല, ഒരു നോട്ട് അങ്ങ് ചേർത്താൽ മതി. മറ്റതുപോലെ നമുക്ക് ഡു എന്നൊന്നും എടുത്ത് പുറത്തൊന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതിൻ്റെ അവസാനം ഒരു നോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഹി ഈസ് നോട്ട് റീഡിങ് എ ബുക്ക്. അവൻ പുസ്തകം വായിക്കുന്നില്ല. അല്ലെങ്കിൽ ഷീ ഈസ് നോട്ട് റീഡിങ് എ ബുക്ക്. അല്ലെങ്കിൽ പ്രതാപ് ഈസ് നോട്ട് ടീച്ചിങ്. അല്ലെങ്കിൽ ബിന്ദു ഈസ് നോട്ട് ലിസണിങ്. ഓക്കെ, എന്നുള്ള രീതിയിൽ നമുക്കത് പറയാം. മനസ്സിലായോ? ദെൻ ഇനി അടുത്ത എന്താണ് നമുക്ക് ചെയ്യേണ്ടത്? ഇതിനകത്ത് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കും? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. നമ്മൾ നേരത്തെ എല്ലാത്തിനും ഒരു പാറ്റേൺ ആണ് കേട്ടോ. നമ്മൾ ഒരുപാടൊന്നും തല പോയിക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ പഠിച്ച അതേ പാറ്റേൺ. പക്ഷേ ഇവിടെ വളരെ എളുപ്പമാണ്. അതിനേക്കാളും എളുപ്പമാണ് ഇതെന്ന് പറയുന്നത്. എന്ത് ചോദിക്കും? ആ ഈസിന് എടുത്ത് ആദ്യം അങ്ങ് ഇടുക. ഈസ് ഹി റീഡിങ് എ ബുക്ക്? അവൻ ബുക്ക് വായിക്കുന്നുണ്ടോ? ക്വസ്റ്റ്യൻ മാർക്ക്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ ഈസ് ഷീ റീഡിങ് എ ബുക്ക്? ആർ യു റീഡിങ് എ ബുക്ക്? നീ ബുക്ക് വായിക്കുന്നുണ്ടോ? ആം ഐ റീഡിങ് എ ബുക്ക്? ഞാൻ ബുക്ക് വായിക്കുന്നുണ്ടോ? സ്വയം ചോദിക്കുക. ഇതിനെ വേണ്ടിയിട്ട് നമ്മൾ ഡേ ടു ഡേ ലൈഫിന് നമ്മൾ എപ്പോഴും ഇങ്ങനെയൊന്നും ചോദിക്കത്തില്ല. നമുക്ക് ചില കാര്യങ്ങൾ ഹീ ഈസ് റീഡിങ് എ ബുക്ക്, അല്ലെങ്കിൽ ഈസ് ഹീ റീഡിങ് എ ബുക്ക്. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ പറയും. പക്ഷേ നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സിമ്പിളായിട്ട് പറയാൻ നേരത്തെ നമ്മൾ ഈ സംഭവങ്ങൾ ഇതേപോലെ യൂസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഇത് എങ്ങനെ നെഗറ്റീവ് ചോദിക്കാം? ഈസിൻ്റെ ഹീ റീഡിങ് എ ബുക്ക്? അവൻ ബുക്ക് വായിക്കുന്നില്ലേ? ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇല്ലെന്ന് ചോദിക്കാമല്ലോ. അത് തന്നെ ഈസിൻ്റെ കൂടെ നമ്മൾ ഈസ് നോട്ട്, ഈ നോട്ട് അതും കൂടെ അങ്ങ് ചേർത്ത് ഒരുമിച്ച് അങ്ങ് പറയും ഈസ് നോട്ട്. അല്ലെങ്കിൽ ആറിൻ്റെ യു റീഡിങ് ദിസ് ബുക്ക്? നീ ബുക്ക് വായിക്കുന്നുണ്ടോ? ബുക്ക് വായിക്കുന്നില്ലേ? ഉണ്ടോന്നല്ല, ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പം നെഗറ്റീവ്. ഇല്ലെങ്കിൽ ഇല്ല, നോ ഐ ആം നോട്ട് റീഡിങ് അറ്റ് ദ മൊമെന്റ്. ഞാനിപ്പോൾ വായിക്കുന്നില്ല. ഞാനിപ്പോൾ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങളടുത്ത് പറഞ്ഞത്. ആൻസേഴ്സ് അതേപോലെ തന്നെ യെസ് ഓർ നോ ഫോംസിൽ നമുക്ക് പറയാം. നമ്മൾ ഇതേപോലെ നമുക്ക് പ്രാക്ടീസ് ചെയ്യണം. ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എങ്ങനെ നമ്മൾ WH ക്വസ്റ്റ്യൻസ്, അടുത്ത WH ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിൾ ആണ്. എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ ഫോംസ് ഇതിൻ്റെ ആദ്യം കൊണ്ടങ്ങ് ഇടുക, അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ഇടും. വാട്ട് ഈസ് യു റീഡിങ്? എല്ലാം പറയണ്ട കേട്ടോ. നമ്മൾ ചില സമയത്ത് നിങ്ങൾ കൺഫ്യൂഷൻ വരും. നിങ്ങൾ പറയുന്നതിൻ്റെ ഉത്തരം അതിനകത്ത് തന്നെ കിടക്കും. ഉത്തരത്തിന്റെ പറയാം, നമ്മൾ അത്രയും വരെ പോകേണ്ട കാര്യമില്ല. വാട്ട് ഈസ് യു റീഡിങ്? അവൻ എന്താണ് വായിക്കുന്നത്? ഹി ഈസ് റീഡിങ് എ നോവൽ. ഓക്കെ, വാട്ട് യു ആർ റീഡിങ്? നീ എന്താണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്? വാട്ട് യു ആർ ലിസണിങ്? നീ എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? വാട്ട് ഷീ ഈസ് കുക്കിംഗ്? അവൾ എന്താണ് പാചകം ചെയ്യുന്നത്? ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതെന്നല്ല, ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ ഷീ ഈസ് കുക്കിംഗ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും ചോദിക്കും.
വളരെ ഈസി അല്ലേ? അപ്പോൾ ഈ മോൻ ചെയ്യുന്നുണ്ട്, സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി ചെയ്യുന്ന രീതിയിൽ അങ്ങ് പറയാം. അപ്പോൾ ഈ 6 ഫോംസും വെച്ചിട്ട് നിങ്ങളും നിങ്ങളുടെ ഇന്നത്തെ ഇത് കഴിയുമ്പോൾ നിങ്ങൾ ഫ്രെയിം ഔട്ട് ചെയ്യണം. അപ്പോൾ ഇന്നലത്തെ ചെയ്യണം, ഇന്നത്തെ ചെയ്യണം. അത് സാറേ ഇന്നലത്തെ ഞാൻ ചെയ്ത് കഴിഞ്ഞു, അപ്പോൾ ഇന്നത്തെ മാത്രം എഴുതിയാൽ മതിയോ? പോരാ. ഞാനിത് പറയുന്നത് വരെയും രണ്ടും എഴുതണം. പുതിയ പുതിയ സെൻറ്റൻസ് ഇന്നത്തെ തന്നെ എഴുതിക്കൊണ്ട് വരരുത്. പുതിയ സെൻറ്റൻസ് ചെയ്യണം. നിങ്ങൾ ഇഷ്ടംപോലെ സെൻറ്റൻസ് ഉണ്ടാക്കാം. നിങ്ങൾ ഡെയിലി നിങ്ങൾ ഈ മലയാളത്തിൽ സംസാരിക്കുന്ന ഏതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾ ഇത് ചെയ്യാം. ഒരു പാട്ട്, ഐ ആം ഡെഡിക്കേറ്റിംഗ് ദിസ് സോങ് ടു, ഞാൻ നിനക്ക് ഈ പാട്ട് സമർപ്പിക്കുന്നു, ഈ ഡെഡിക്കേഷൻ നിങ്ങൾ പറയാം. ഇഷ്ടം പോലെ വാക്കുകളുണ്ട്. ഒരുപാട് വലിയ കോംപ്ലിക്കേറ്റഡ് വൊക്കാബുലറി ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള വാചകങ്ങൾ മതി. പക്ഷേ ഇതേപോലുള്ള വാചകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഈ മോൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. നിങ്ങളിത് വിഷ്വലൈസ് ചെയ്യണം, ഈ കഥ. ഇപ്പോൾ രണ്ടാമത്തെ മോനെയും പരിചയപ്പെട്ടു, അവൻ്റെ കണ്ണുകളിലൊക്കെ നോക്കി നമുക്ക് മനസ്സിലാവാം എന്ത് രസകരമായിട്ടാണ് ആ ഇത് പറയുന്നത്. അപ്പം അവൻ്റെ ജോലിയാണ് ഈ അച്ഛനെ സഹായിക്കുക എന്നുള്ള ഈ 4 മക്കളുടെ ഇതാണ്. സെൻറ്റൻസ് എന്ന് പറയുന്ന ഫാദറിൻ്റെ മക്കളുകളാണ്. ഇനി 2 മക്കളുകളുണ്ട്, അത് നമുക്ക് പതിയെ നോക്കാം. എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ചെടുക്കാൻ നമുക്ക് പറ്റത്തില്ല. അവൻ പോ ഇതേപോലുള്ള അസൈൻമെൻറ്റ്സ് ഞാൻ തന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ എത്രത്തോളം ചെയ്യാനുള്ളത് നിങ്ങളുടെ ആ ഒരു ഇതനുസരിച്ചിരിക്കും. പക്ഷെ ഞാൻ എല്ലാവരും ഇത് വർക്ക് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ഒരുപാടൊന്നുമില്ല, നമുക്ക് ഡെയിലി നമ്മൾ ചെയ്തു എന്ന് നമ്മുടെ മനസ്സിൽ പറയണം. ഐ ആം നോട്ട് മൈ പ്രീവിയസ് വെർഷൻ, ഐ ആം വെർഷൻ 2.0, ഞാൻ വെർഷൻ 2 ആണ്, ഞാൻ മാറി. ഓക്കെ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊരു വീല് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതിനകത്ത് 20 പേരുണ്ട്, 19 പേരുണ്ട്. 19 പേർക്കും കൂടെ ചേർത്തിട്ട് ഞാനൊരു വീല് വെക്കുകയാണ്. ആ 2 പേരിൽ 2 പേരെ ഞാൻ ഉടനെ ഞാൻ ചൂസ് ചെയ്യും. ഞാൻ എൻ്റെ ഇത് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഒരു മിനിറ്റ് ഹോൾഡ് ചെയ്യും. ലെറ്റ് മീ ടേക്ക് മൈ വീൽ. ഓക്കെ. ഞാൻ ഇതിനകത്ത് എല്ലാവരും ഒരു കാര്യം ചെയ്യാമോ? നിങ്ങളുടെ പേരുകൾ 1 2 3 നമ്പർ കൊടുത്ത് നിങ്ങളുടെ പേരുകൾ ആ ചാറ്റിനകത്ത് ഇടാമോ? എല്ലാവരും. നിങ്ങളിപ്പോൾ 19 പേരുണ്ട്. ഞാൻ 19 പേരുടെയും ഇത് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാണ്. ഞാൻ ഇതിനകത്ത് കൊടുക്കുന്ന ആൾക്കാർ ക്യാമറയിൽ വരണം. ഇറ്റ്സ് മൈ ഹംബിൾ റിക്വസ്റ്റ്. ഓക്കെ. ഞാൻ ക്യാമറ വരാൻ പറ്റില്ല, എനിക്ക് പറ്റത്തില്ല എന്നുള്ള ഇതൊന്നും പറയരുത്. ഞാൻ ആദ്യമേ തന്നെ പറയുകയാണ്, ഞാനൊരു ഇത് ചെയ്യാണ്. ഇതിന് ആരും ഇറങ്ങി പോവുകയും ചെയ്യരുത്. അതുകൊണ്ട് ഓക്കെ. ശരി, ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ലെറ്റ് മീ ഷെയർ മൈ സ്ക്രീൻ. ഓക്കെ. ഇതാണ് നിങ്ങളുടെ എല്ലാവരും പേര് ഓരോ നമ്പർ ഇട്ട് ആ പേരുകൾ പറ ചാറ്റിലിട്. എല്ലാവരും ഇട്, നോക്കട്ടെ. അതിനുശേഷം കാണിക്കാം. നിങ്ങൾ ആ ചാറ്റ് ഉണ്ടല്ലോ, ആ ചാറ്റിനകത്ത് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ പേര് പറന്നിട്ടെ 1 2 3 ഇട്, എന്നാലേ അറിയാൻ പറ്റുള്ളൂ ആരാണ്. 1 2 വേഗം കേട്ടോ. 1 ഹസ്ന ബക്കർ, 2 ലാലി, 3 സുനു തങ്കച്ചൻ, അങ്ങനെ പറഞ്ഞ് ഓരോരുത്തരും പേരിട്ടെ. 1 2 3 19 പീപ്പിൾ. 1 എസ്. അടുത്ത ആൾ വേഗം സമയം കളയില്ല. അതിൽ ഒരാളെ ഞാനിപ്പം ഇത് വരുന്ന ആളെ ഞാൻ ക്യാമറയിലോട്ട് കൊണ്ടുവരും. അയാളോട് ഞാൻ സംസാരിക്കാൻ പോവാണ്. ഇപ്പോൾ വേഗം ഇട്ടെ പറയട്ടെ പെട്ടെന്ന്. എന്ത് 2 ആയില്ലേ? നേരെ 3 പോയി. 2 സജീന. ഓക്കെ. ഒരാൾ ഒന്നിട്ട് വീണ്ടും ഒന്നിടാൻ പാടില്ല, ഇല്ലാത്തവരിടാവൂ. ആൾറെഡി ഹസ്ന ഇട്ട് കഴിഞ്ഞു, പിന്നെ ഒന്നിടരുത്. 4 5 ഒക്കെ ഇടണം. മാറ്റിക്കോ പേരൊക്കെ മാറ്റിട്ടോ. സമയം കളയരുത്, വേഗം. എല്ലാവരും ഇട്ടേ പറയട്ടെ. 1 2 3 വരെ ആയി. ഇനി 4 5 ഒക്കെ വരട്ടെ. 4 എവിടെ? 4 വരട്ടെ. 1 2 3 7 7. ശരി. 8 റിൻഷി. സൂപ്പർ. വരട്ടെ. ഞാൻ അടുത്ത ഒരു 5 വരെ 5-നകത്ത് എല്ലാവരും വന്നാലും മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. 4 ആയി. അതെ. 1 2 3 4 5. ശരി, മതി. ഇനി ആരും വരണ്ട. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് എല്ലാവരും പേടിച്ചിരിക്കുകയാണ്. ഇംഗ്ലീഷ് സംസാരിക്കണം, ഞാൻ എന്ത് സംസാരിക്കും എന്നൊക്കെയുള്ള പേടിയാണ്. ഞാൻ ഈ ഇട്ട 8 പേരെ മതി. ഇപ്പോൾ 8 പേരെ ഞാൻ ഷെയർ ചെയ്യാണ്. 8 പേരുമായിട്ടാണ് ഞാൻ നമുക്ക് നോക്കുന്നത്. ഓക്കെ. ഈ 8 പേരെ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തുന്നുള്ളൂ. ഓക്കെ. എൻ്റെ സ്ക്രീൻ കാണുന്നെങ്കിൽ പറയണം. ഐ ആം ഷെയറിങ് മൈ സ്ക്രീൻ. അവർ തീർച്ചയായും ക്യാമറയിൽ വരണം കേട്ടോ. എൻ്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഞാനിതിപ്പം റൊട്ടേറ്റ് ചെയ്യാൻ പോവുകയാണേ.
Who is number 6? Number 6 ആരാണ്? രസ്ന. Number 6 ആരാണ്? രസ്ന അല്ല, ആരാണ്? Number 6 ഇല്ലേ? ആഹാ, നമ്പർ 6 ഇല്ലാതെ. നമ്പർ 6 ഇല്ലായിരുന്നു. ശരി, പോട്ടെ, ഒരിക്കൽ കൊടുക്കാം. നമ്പർ 6 ഞാൻ ഉണ്ടെന്ന് വിചാരിച്ചു. ഓക്കെ, നമ്പർ 2. ആരാണ് നമ്പർ 2? നമ്പർ 2 ആരാ? ലാലി മാം. ലാലി മാം ആണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ലാലി മാം, പ്ലീസ് കം ഓൺ. She is also married and she has a son. Okay, ma'am. Okay. Thank you for the introduction. So, how you are spending your day-to-day life? I mean, at the moment, how your things are going on at the moment? As you are a retired person, right? Working in household work. I am doing household work. And now, before 1 month, I am going to a school, nearby school, and helping teachers. So you worked in a school, right? What was your topic at that time? I mean, subject? My subject is zoology, and I was worked in an LP school. Okay. As HM, and I have to take all subjects in LP section. Okay, ma'am. Okay. Really nice to hear that. Okay, ma'am. Thank you for that. Thank you for your self-introduction, and it is really nice to meet you. Okay, and everyone, we have to say congratulations to ma'am for the self-introduction. Thank you, ma'am, once again from my whole heart. Okay, let me, and our timing is now going to end today. So what I want is every one of you have to practice 2 things. What is that? Simple present tense and present continuous tense. You have to practice with whatever things in your day-to-day life. Just take 1 or 2, just practice, write it in a notebook, take a screenshot and share it in the group. Okay, so it will be a great motivation for others as well. And today also, once again, I will share this recording in our YouTube. I will share yesterday's link as well. So please watch it one more time. If you have any doubts, also you can shoot your questions in the group. I will try my best to answer whatever doubts you have, okay, to clear your doubts. Okay, so that's a commitment I can share with you. Any one of you have any further questions? Okay, because I don't want you guys to learn like your conventional method. That's why I am using some story, and likewise I want to teach you guys. So I want this to be very easy. English is really easy. First, you have to change our mindset. That's it. We have to tune it. Hey, English is not good. Like, you have to kill those. All those statements, you have to say, no, it is not true. Someone says some wrong things to me. Now I understand English is very easy. I can talk to anyone at any time without any hesitation. My language is very good. Likewise, you have to talk. No need to worry, sir, I don't know words. You know enough words. See how the ma'am is talking. Her English is really good. I can understand it very well. My way of communication is what I talk to someone. When I want to talk to someone, the person should understand it very well. I won't use so much big words or hard words, hard jargons, nothing. I will always use simple words so that everyone should understand it. Got it? So once again, I thank everyone for this session. So I will try my best to arrange more sessions like this. Okay. So please be there. Please do your homeworks. Okay. I want everyone to talk like this.
okay, in our upcoming sessions. Today, many of you are hiding, like they are not giving their numbers like this, but I don't want like that. I will choose one person. That person should come in front of camera. That person should talk in front of others. Okay. So once again, thank you everyone for this session. Hope it is clear for all of you. Right? Bye. Tata. Thank you, sir.